അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ഷോയുടെ രണ്ടാമത്തെ വീക്കിൽ രണ്ടാമത്തെ എമിഷൻ നടന്നു. നിഷാന ഏകദേശം ഔട്ടായെന്നുള്ള ന്യൂസുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നിഷാന നല്ലൊരു ഗെയിമറായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഒട്ടും ഹൗസിൽ ആക്റ്റീവ് അല്ലാതാണ് നിഷാനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ ഒരു എവിഷൻ ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫെയർ അല്ല. കാരണം നിഷാനേക്കാളും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും വീട്ടിലുണ്ട്. ഒരു കോമണറായിട്ട് വന്ന് നിഷാന ചെയ്ത എത്രയും പോലും കണ്ടന്റും കാര്യങ്ങളും തരാത്ത ആൾക്കാർ ഇപ്പോഴും വീട്ടിലുണ്ട്. അത് നിൽക്കുമ്പോൾ ഈ നിഷാന ഔട്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം സുരേഷ്, നോറ ഒക്കെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് നിഷാന അവിടെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ളൊരിത് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല. പുള്ളിക്കാരിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വീക്കുകളിൽ പുള്ളിക്കാരി അത്ര കണ്ടങ്ങ് ആക്റ്റീവ് ആയില്ല. അതും പവർ റൂമായിരുന്നു. അതേ പവർ റൂമിൽ നിന്ന് സെക്കൻഡ് ജാസ്മിൻ വരികയും ജാസ്മിൻ തിരഞ്ഞെടുക്കുകയും പുള്ളിക്കാരി പുറത്താക്കുകയും പിന്നെയും രണ്ടാമത് പവർ റൂമിലേക്ക് ജിൻഡോയുടെ ടീമിൽ കയറി പവർ റൂമിലേക്ക് എത്തിപ്പെടുന്ന സമയത്താണ് ഈ ഒരു പുറത്താക്കൽ. ഇത് പുള്ളിക്കാരിയെ സംബന്ധിച്ച് വളരെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം പവർ ടീമിൽ എത്തുവരുന്ന അടുത്ത വീക്ക് നോമിനേഷൻ പോലും ഉണ്ടാവില്ലാത്തൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ വീക്ക് പോകുന്ന കാരണം പുള്ളിക്കാരിക്ക് അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഗെയിമാണ്. അവിടെ വോട്ടിൻ്റെ ബേസിലാണ് നടത്തുന്നതെന്നും പറയുന്നെങ്കിലും ഈ ഒരു എവിഷൻ എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. മറ്റൊന്നുമല്ല, ഈ വീക്ക് പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈവനുള്ള ടാസ്കുകളാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെയാണെങ്കിലും ശക്തമല്ലാത്ത പ്രബലമല്ലാത്തൊരു ടീമിൽ നിന്നിട്ട് ആ ടീമിനെ ജയിപ്പിക്കുന്നതിന് പവർ റൂമിലേക്ക് കയറ്റം പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് നിഷാന. സുരേഷിനെയും നോറയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഫാർ ബെറ്റർ ആയിരുന്നു നമ്മുടെ നിഷാന. എന്നാലും നിഷാനയ്ക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നും ഒരുപാട് ചാൻസുകൾ കിട്ടട്ടെ എന്നും കരിയറിൽ ഉറച്ചുണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.